ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഹൗ യു ഓൾ? ഞാനും ഫാമിലിയും അൽഹംദുലില്ലാ അവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിന്നൊരു അടിപൊളി എഗ് കറീൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചുണ്ടാക്കുന്ന എഗ് കറി. അപ്പം നമ്മൾ എഗ് കറിയിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. അപ്പോൾ നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുമ്പം എഗ്ഗാണ്. ആദ്യം നമ്മൾ 4 എഗ്ഗ് പുഴുങ്ങാനിട്ടിട്ടുണ്ട്. അതിനുശേഷം 2 മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള വെള്ളുള്ളി കുഞ്ഞിലായി സ്ലൈസ് ചെയ്യാം. അതിനുശേഷം ഒരു തക്കാളി അതും ഇതുപോലെ തന്നെ സ്ലൈസ് ചെയ്തെടുക്കും. കറി വെക്കാനുള്ള കറി പോട്ട് വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. ഒരു 4 ഗ്രാമ്പും 4 കറുവപ്പട്ട 4 ഏലക്ക ഇത്ര ഇട്ട് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച വെള്ളുള്ളി ഇട്ട് കൊടുക്കാം. വെള്ളുള്ളി ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഒരു 3 പച്ചമുളക് ഇട്ട് കൊടുക്കാം. നന്നായി സോട്ട് ചെയ്തെടുക്കാം. വെള്ളുള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ടേ. നന്നായി സോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം അതിലേക്ക് കുറച്ച് കറി ലീവ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് തക്കാളി ഇട്ടിട്ട് സോട്ട് ചെയ്ത് കൊടുക്കാം. നന്നായി സോട്ട് ചെയ്ത് വരുമ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ ജിഞ്ചർ പേസ്റ്റും ഒരു സ്പൂൺ ഗാർലിക് പേസ്റ്റും അതും ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. അതൊന്ന് മിക്സായി വരുമ്പം നമുക്ക് മസാലാസൊക്കെ ഇട്ട് കൊടുക്കാം. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് പൊടി അധികം എരിവില്ലാത്ത പൊടിയാണ്, അതുകൊണ്ടാണ് ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ ഉള്ളത്. അല്ലെങ്കിൽ എരിയുള്ളതാണെങ്കിൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാൽ മതി. മസാലയൊക്കെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഉപ്പ് നോക്കി ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കാം. ആദ്യം ഞാൻ വെള്ളുള്ളിക്ക് ഉപ്പിട്ടതാണ്, പിന്നെ അതിനുശേഷം ഉപ്പിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആവശ്യമുണ്ടായപ്പോൾ മാത്രം ഞാൻ കുറച്ചിട്ട് കൊടുത്തു. കറി നന്നായി തിളച്ച് വരുന്നുണ്ട്. നന്നായി തിളച്ച് വരുമ്പം നമ്മൾ പുഴുങ്ങി വെച്ച മുട്ട ഹാഫാക്കിയിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ആ ഗ്യാപ്പിൽ നമുക്ക് കുറച്ച് തേങ്ങ എടുത്ത് അതിലേക്ക് വലിയ ജീരകം കുറച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് തേങ്ങാപ്പാലെടുക്കാം. നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാലല്ല, ഒരുപാട് വാട്ടറി ആയിട്ടുള്ളൊരു തേങ്ങാപ്പാലുമല്ല, ഒരു മീഡിയം കൺസിസ്റ്റൻസിലാണ് ഞാൻ തേങ്ങാപ്പാൽ എടുത്തിട്ടുള്ളത്. തേങ്ങാപ്പാലെടുത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ച് കറി നന്നായി തിളപ്പിക്കുക. നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് കാഷ്യൂ പേസ്റ്റും കൂടെ ഒഴിക്കാം. കാഷ്യൂ പേസ്റ്റും കൂടെ ഒഴിച്ചിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പായ കുറച്ച് മല്ലിയില കൂടെ ഇട്ടിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നന്നായി തിളച്ചിട്ടുണ്ട്. കറി നല്ല യമ്മി ആൻഡ് ടേസ്റ്റി കറിയാണ്. ഏറ്റവും എളുപ്പമാണ് ഉണ്ടാക്കാൻ. അപ്പം ഈ കറി ഒന്ന് ട്രൈ ചെയ്തിട്ട് എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പം, ഇടിയപ്പം, പുട്ട്, ചപ്പാത്തി അങ്ങനെ എല്ലാ ഐറ്റംസിനും പോകുന്ന കറിയാണ്. അപ്പം ഞാൻ ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നേ. ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് കോമെൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ.